ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു കുഞ്ഞു കാര്യത്തെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി പ്രകാരം നമ്മളുടെ നാവിൻ്റെ തുമ്പത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടിഷ്യൂ നമ്മളുടെ കാലിലാട്ടോ തീരുന്നത്. അപ്പോൾ നമ്മളുടെ മൈൻഡും ബ്രെയിനും ഡിഫറെൻ്റാണ്. നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മളുടെ ബ്രെയിനിന് കേൾവിശക്തിയോ കാഴ്ചശക്തിയോ ഇല്ല. നമ്മളുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ മൈൻഡ് വെച്ച് ചിന്തിക്കുന്നതാണ് നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്. ചെറിയൊരു എക്സാമ്പിളായിട്ട്, നമ്മളൊരു ഫുഡ് കഴിക്കാൻ ഇരുന്നു, നമ്മളുടെ ഒപ്പം എല്ലാവരും ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളുടെ വയറ് മാത്രം അപ്സെറ്റായി. കാര്യം നമ്മൾ ആ ഫുഡ് എടുത്ത് വായിലോട്ട് വെച്ചപ്പോൾ തന്നെ ചിന്തിച്ചത്, ഇതെനിക്ക് പിടിക്കുമോ? അത് പിടിക്കത്തില്ല. കാര്യം നമ്മളുടെ ബ്രെയിനിലേക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്നറിയോ? ഇയാളുടെ ശരീരത്തിലേക്ക് ഇയാൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വയറിൽ കിടക്കുന്ന ഗട്ടിലേക്ക് അപ്പം തന്നെ മെസ്സേജ് പാസ് ചെയ്യും, റിമൂവ് ഓൾ ദ ടോക്സിൻസ്, അയാൾക്ക് പറ്റാത്ത എന്തോ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റമക്ക് അപ്സെറ്റ് ആവും. നമ്മുടെ സ്റ്റമക്ക് അപ്പോൾ തന്നെ ശ്രമിക്കും അതിനെ എങ്ങനെ പുറത്തേക്കാക്കാം. അപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരും, ഇൻഫ്ലമേഷൻ വരും, നമ്മൾക്ക് വയറിന് അസ്വസ്ഥത വരും, വേദന വരും, അങ്ങനെ പല സംഭവങ്ങളും വരും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ചിന്തകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളെ പറ്റി ചിന്തിക്കുമ്പോഴും സംഭവിക്കുന്നത്. നമ്മളുടെ മൈൻഡ് വെച്ചിട്ട് ചിന്തിക്കുന്ന ഒരു മെസ്സേജാണ് നമ്മുടെ ബ്രെയിനിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ചിലപ്പോൾ നമ്മളുടെ ഒരു ഇമാജിനേഷനിലേ ആയിരിക്കത്തില്ല ആ ഒരാൾ പോകുന്നൊരവസ്ഥ. അയാൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുമെന്നോ എല്ലാവരും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണം എന്നില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവർക്ക് വലുതായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സെയിം സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ നമ്മൾ നെഞ്ചത്ത് അടിച്ച് കരയുന്നതും കാണാം. കാര്യം അവർ അപ്പോൾ അതിനേലും സ്ട്രോങ് ആയിരുന്നു എന്നുള്ളൊരു ക്ലാരിറ്റിയിലേക്ക് നമ്മളെത്താൻ ചിലപ്പോൾ നമുക്ക് ആ സെയിം സിറ്റുവേഷൻ വരേണ്ടി വരും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണോ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ നമ്മുടെയൊക്കെ ലൈഫിലുള്ളൂ. ഒരു കുഞ്ഞു ജീവിതമാണ് ശരിക്കും. ഒരു ലൈഫ് ടൈം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, 10-60 വർഷം എന്ന് ചിന്തിക്കുന്നത് ശരിക്കും ഒരു ദിവസത്തെ കണക്കേ ഉള്ളൂ. നമ്മൾ ജനിക്കുന്നത് ഒരു ദിവസം, മരിക്കുന്നത് ഒരു ദിവസം, ജീവിക്കുന്നതും ഒരു ദിവസം മാത്രമാണ്. കാര്യം നമുക്ക് എണീറ്റാൽ ഈ ഒരു ദിവസം മാത്രമേ നമ്മുടെ കൈകളിലുള്ളൂ. ഇന്നലെ നമുക്ക് കഴിഞ്ഞു പോയത് തിരുത്താൻ പറ്റത്തില്ല. വരുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു പ്രോമിസിങ്ങും ഇല്ല. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ആ പോസിറ്റിവിറ്റി നമ്മളുടെ ചിന്തകളിൽ നിന്നും നമ്മളുടെ ഉള്ളിൽ നിന്നും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ ആ പോസിറ്റിവിറ്റി കൊടുക്കുക. ഒന്നിനും കംപ്ലയിൻസ് ഇല്ലാതെ ജീവിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ ഓക്കെയായിരുന്നു, പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ജീവിക്കുന്നതാണ് നമ്മളുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ നല്ലത്. കാലം മാറി, മനുഷ്യന് എവല്യൂഷൻ സംഭവിച്ചു, ചിന്തകൾക്ക് എവല്യൂഷൻ സംഭവിച്ചു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എല്ലാത്തിനും മാറ്റം വന്നു. അപ്പോൾ അവനവൻ അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരെയും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. എങ്ങനെ വേണേൽ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചേക്കുക. ഹാവ് എ നൈസ് ഡേ.